ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് ദേവസ്വം തന്നത് ചെമ്പ് പാളികൾ തന്നെയെന്നും ഇക്കാര്യം ദേവസ്വം മേഴ്സറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല, ആരിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടില്ല, പീഠത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഈ തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നതാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡ് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു. അതിൻ്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു, കമ്പനിയിൽ എത്തിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് എത്തിക്കാനുള്ളൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന മാതിരി 39 ദിവസമൊന്നുമില്ല, അതൊരു വീക്കെൻഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്, അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം കൂട്ടിയതെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ്, ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്, നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഭക്തി കൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വീട്ടിൽ കൊണ്ടുവന്ന് പൂജ നടത്തിയതെന്ന് നടൻ ജയറാം 24നോട് പറഞ്ഞു. വിവാദമാകുമെന്ന് കരുതിയില്ല എന്നും ജയറാം പറയുന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരാൾ ഫോണിൽ വിളിച്ച് അയ്യപ്പസ്വാമിയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു കട്ടില, ഒരു സംഗതി, അത് ഒന്ന് പൂജിക്കാനായിട്ട് താങ്കൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അയ്യപ്പ ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. ഞാനല്ലായിരിക്കാം, എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഓടിപ്പോകുന്നത്. അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു എന്തായാലും അതിലേക്കൊന്ന് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പിൽക്കാലത്ത് 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങും, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ സാർ. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ വിവാദങ്ങളും ദുരൂഹതയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ്. ആ വിവാദത്തിൽ ആദ്യമായി വിശദമായ ഒരു പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. തനിക്ക് തന്നുവിട്ടത് ചെമ്പുപാളികളാണ്, അത് ദേവസ്വം മേഴ്സറിലുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേവസ്വം ബോർഡിനെയാണ് പ്രതിരോധത്തിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഇത് പ്രദർശന വസ്തുവാക്കി, തൂക്കം കുറഞ്ഞു, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കെ സലീം. വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും ഉണ്ടായ 2 പ്രതികരണങ്ങളാണ്. അതൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്, അതായത് ഈ വിവാദങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാന കേന്ദ്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. മറ്റൊന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെതാണ്. ഈ 2 പ്രതികരണങ്ങളും ഇവർ പരസ്പരം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ വിവാദങ്ങളിൽ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന വിവാദങ്ങളിൽ അദ്ദേഹം ഈ ചില രേഖകൾ കൂട്ടുപിടിച്ചാണ് പറയുന്നത്. തനിക്ക് ചെമ്പ് തന്നെയാണ് നൽകിയത്, അതിൽ തനിക്ക് തന്ന രേഖയിൽ ചെമ്പ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമായ ഒരു പ്രതിരോധം തീർക്കുന്നത്. ഒപ്പം തന്നെ ഈ ജയറാമിന്റെ വീട്ടിലേക്ക് ഇത് ഏതെങ്കിലും നിലയിൽ കൊണ്ടുപോയിട്ടില്ല, അതൊരു പ്രദർശന വസ്തുവാക്കാനും ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലയിലുള്ള പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ, അത് അന്വേഷിക്കട്ടെ എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. മറ്റെല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ്. തന്നെ മനഃപൂർവ്വമായി കൊടുക്കാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മാധ്യമങ്ങളാണ് ശ്രമത്തിന് പിന്നിൽ, മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ കൊടുക്കുന്നു എന്നതുൾപ്പെടെയുള്ള
ന്യായീകരണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരനായിരിക്കുന്നത്. ഈ വിവാദം ഉണ്ടാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് പറയുമ്പോൾ പോലും 2019 ഈ ഉദ്യോഗസ്ഥരെ തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് PS പ്രശാന്ത് പറയുന്ന വിചിത്രമായ മറുപടിയും ഇന്ന് കണ്ടതാണ്. 2019 ഒരു കാര്യങ്ങളും തന്നോട് ചോദിക്കേണ്ടതില്ല എന്ന് പറയുന്ന അതേ PS പ്രശാന്ത് ആ ഉദ്യോഗസ്ഥരുടേതൊക്കെ അത് സാങ്കേതികത്വമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം ചില വീഴ്ചകൾ ഈ ദേവസ്വം കമ്മീഷണറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിൽ ചില വീഴ്ചകൾ പറ്റി എങ്കിൽ പോലും ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് പീഠം സ്ഥാപിക്കാൻ വീണ്ടും തിരികെ നൽകിയത് എന്നതുൾപ്പെടെയുള്ള ന്യായീകരണങ്ങളും PS പ്രശാന്ത് സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.